എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊട്ടറ്റോ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊട്ടറ്റോ ബൺ എന്ന് പറയുമെങ്കിൽ ഇതൊരു സ്വീഡിഷ് റെസിപ്പിയാണ്. പൊട്ടാറ്റീസ്ബുള്ളർ എന്നാണ് ഇതിന് ഇവിടെ പറയുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉടച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. അതിനുശേഷം കൈവച്ചിട്ടുകൂടി നന്നായിട്ട് ബാക്കിയുള്ള കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചതും അതുപോലെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉള്ളിക്കും വെളുത്തുള്ളിക്കും പകരം ഡ്രൈ ആയിട്ടുള്ള പൗഡറും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, കറുത്ത കുരുമുളകാണ് വേണ്ടത്, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് 2 മുട്ടയാണ് ചേർക്കുന്നത്. അതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ചേർക്കാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിലുള്ളതോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ മാത്രമായിട്ടും ചേർക്കാം. അതിന് കറക്റ്റായിട്ട് അളവില്ല. നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഉരുട്ടാനായിട്ടുള്ള പരുവത്തിൽ കിട്ടുന്ന രീതിയിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആയതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഒരു 4 ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. കുറച്ചധികം വലിയ സൈസിലാണ് എടുക്കേണ്ടത്. ഒരു ബണ്ണിൻ്റെ ഒക്കെ സൈസിലാണ് നമ്മളിത് എടുക്കേണ്ടത്. എണ്ണ തടവിയിട്ട് നമ്മളിത് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഓരോ തവണ ചെയ്യുമ്പോഴും എണ്ണ തടവിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഒരു ബണ്ണിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. ഇതവിടെ മാറ്റി വെക്കുക. നമുക്ക് ഈ ഒരളവിൽ 7 പൊട്ടറ്റോ ബൺസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ബാക്കി 3 നമ്മൾ സിപ്പ് ലോക്കിലാക്കി ഫ്രീസറിൽ വെച്ചു. പിന്നീട് നമുക്ക് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ്. ബട്ടറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ബട്ടറൊന്ന് ഉരുകി വന്നപ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബണ്ണ് ചേർത്ത് ചെറുതീയിലിട്ട് ഇത് നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് കാണുമ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ പ്രിപ്പറേഷൻ പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റേ അല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഇത് പൊട്ടറ്റോ ആണെന്ന് പറയുകയില്ല. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ചെറുതീയിലിട്ട് തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകഭാഗം നമ്മൾ ചേർത്തിരിക്കുന്ന മൈദ മുട്ട ഒക്കെ നന്നായിട്ട് കുക്കാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രോട്ടീൻ്റെ കൂടെ ആയിരിക്കണം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫിഷാണ്. അപ്പോൾ നമ്മൾ ഫിഷ് നന്നായിട്ട് പൊടികളും ഒക്കെ ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമ്മൾ ബട്ടറിൽ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തു, നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ പൊട്ടറ്റോ ബണ്ണെന്ന് പറയുന്നത്. പൊട്ടറ്റോ ബണ്ണും ഫിഷും പിന്നെ വെജിറ്റബിൾസും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ലിങ്കൻ ബെറിയുടെ ജാമും കൂടിയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷിന് പകരം ചിക്കനോ പോർക്കോ ബീഫോ അങ്ങനെ ഏത് പ്രോട്ടീൻ സോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റിക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് ചോറിന് പകരം ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കൂ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.